എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ചിക്കൻ കറിയുടെ കൂടെയും ബീഫ് കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രെഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു ബ്രെഡ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല. ഇതിന് ബ്രെഡിൻ്റെ ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് 1 കപ്പ് പാൽ കുറച്ചായി ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് കുഴയ്ക്കണം. കുഴയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ കുഴച്ചെടുത്ത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതേ ബൗളിലേക്ക് തന്നെ കുറച്ച് ഓയിൽ തടവിയിട്ട് നമ്മൾ ഈ ഡോ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലേക്കും കുറച്ച് ഓയിൽ തടവാം. അത് ഡ്രൈ ആവാതിരിക്കാനാണ് ഓയിൽ തടവി കൊടുക്കുന്നത്. അതും കൂടെ തടവി കൊടുത്തിട്ട് നമുക്കൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. അതെടുത്തിട്ട് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 8 എണ്ണം ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. 2 കപ്പ് മാവിന് 8 എണ്ണമാണ് കിട്ടുക. അത് ഒന്ന് ബോളാക്കി എടുക്കണം, ഉരുട്ടി ബോളാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതെല്ലാം ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചപ്പാത്തി പരത്തുന്ന പോലെ ഓരോ ബോളെടുത്ത് പരത്തി കൊടുക്കാം. നമുക്ക് ചപ്പാത്തിയുടെ ഒരു അത്ര കട്ടി കുറഞ്ഞ് നൈസായിട്ട് പരത്തണ്ട, കുറച്ചധികം കട്ടിയിൽ തന്നെ ഇത് വേണം. എന്നാലാണ് നമ്മൾ ചുട്ടെടുക്കുമ്പോൾ നല്ലതുപോലെ ഫ്ലഫി ആയി വരുള്ളൂ. ചപ്പാത്തി പോലെയല്ല, നൈസായിട്ട് പരത്തണ്ട. ഇതേപോലെ കട്ടിയിലാണ് പരത്തിയെടുക്കേണ്ടത്. ഇതുപോലെ നമുക്ക് എല്ലാം പരത്തിയെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ എല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് സ്പ്രെഡ് ചെയ്യാനൊരു ബട്ടറൊക്കെ മെൽറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ചെറുതായി ഗ്രേറ്റ് ചെയ്ത ഗാർലിക്കാണ് കേട്ടോ, വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. 3 വെളുത്തുള്ളി ചെറുതായി ഗ്രേറ്റ് ചെയ്തത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് ആയിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് ചുട്ടെടുക്കാം കേട്ടോ. നമ്മുടെ ബ്രെഡ് മുഴുവൻ ചുട്ടെടുക്കാം. ഒരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ നമ്മൾ ഓരോന്നോരോന്നായി ഇട്ട് ചുട്ടെടുക്കാം. നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ആയിട്ടുണ്ട്. നമുക്കെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ഗാർലിക്കിൻ്റെ ബട്ടറിൻ്റെ കൂട്ടുണ്ടല്ലോ, അതൊരു സ്പൂൺ ഇട്ടിട്ട് നന്നായിട്ട് ഒരു ബ്രഷ് കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് തരുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ. അപ്പോൾ അടുത്തതും ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം നമുക്ക്. എല്ലാം ഇത് ഓരോ ബ്രെഡും ചുട്ടെടുത്ത് കഴിഞ്ഞിട്ട് അത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഓരോന്നിൻ്റെ മേലെയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ, ഈ ഗാർലിക്കിൻ്റെ ഇത്. എന്നിട്ട് വേണം അടുത്തത് ചുട്ടെടുക്കാൻ. എല്ലാം കൂടെ ചുട്ടെടുത്തിട്ട് ഗാർലിക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. ഓരോന്ന് ചുട്ടെടുത്തിട്ട് ഈ ഗാർലിക്കിൻ്റെ ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നല്ല സോഫ്റ്റായിട്ടാണ് ഇതുണ്ടാവുക. ചിക്കൻ കറിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. കണ്ടോ, നല്ല സോഫ്റ്റായിട്ടാണ് ഉണ്ടാവുക. ഇതിൻ്റെ ഉള്ളിൽ ഒരു നല്ലൊരു ബ്രെഡിൻ്റെയൊക്കെ ടെക്സ്ചറായിരിക്കും ഉണ്ടാവുക. ഇത് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. അതിനകത്ത് എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഉണ്ടാവുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.